അപ്പം ഞാനെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളാണ് CS ആണ് കളിക്കാൻ പോകുന്നത്. ടീമേറ്റ് എന്ന് പറഞ്ഞാൽ മീനുട്ടി ഉണ്ടായിരുന്നു, ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ദിൽക്കുട്ടനുണ്ടായിരുന്നു. പിന്നെ ഞാനാണ് ചെന്ന് ഫ്രണ്ട് ആക്കാൻ പോകുന്നത്. ഈ മച്ചാനാണ് നമ്മൾ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നിട്ട് കുറേ ചേറ്റിട്ടുണ്ടായിരുന്നു ഇവർ ഫ്രണ്ട് ആക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പം മറ്റൊരു ഐഡിയ ഒക്കെ ഞങ്ങൾ കോപ്പി ആക്കി എടുത്തായിരുന്നു. നോക്കുകയാണെന്ന് AJ Gamer 00K എന്നാണ് പേരുണ്ടായിരുന്നത്. അപ്പം ഇതിൽ ഓൺലൈനിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ റിക്വസ്റ്റ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇൻസ്പെക്ട് ആക്കി നോക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ എൻ്റെ കസ്റ്റം ബാക്ക് ഡൗൺലോഡ് കാരണം നമ്മൾ ഡ്രസ്സൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതാണ് മറ്റേ ഐഡിയ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റം ബാക്ക് ഡൗൺലോഡ് ഇല്ലാത്ത കാരണമാണ് ഓപ്പോസിറ്റ് പ്ലേയേഴ്സ് ഒക്കെ ബോട്ടുകളെ പോലെ കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഞങ്ങൾ അങ്ങനെ അടിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യമാണ് എലിമിനേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഓപ്പോസിറ്റ് ഒക്കെ വന്ന പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പ്ലേയേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്ര റൗണ്ട് നോക്കുകയാണെങ്കിൽ നമ്മളെന്ന് പറഞ്ഞാൽ ഡബിൾ സ്നൈപ്പർ ഒക്കെ എടുത്ത് പോയിട്ട് മാസ് കാണിക്കാൻ നോക്കിയതായിരുന്നു. അപ്പോൾ അടിച്ച് കൊന്നിട്ടാണ് അവർക്ക് 3 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടീമേറ്റ് പറഞ്ഞായിരുന്നു ഡോക്ടറെ ശരിയായ ഒരു കംബാക്ക് ഒക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുകയാണെങ്കിൽ 1v3 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ സ്നൈപ്പർ അടിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്ലെയർ നോക്കുകയാണെങ്കിൽ സൈഡിൽ നിന്ന് കയറി വരുന്നുണ്ട്. അപ്പോൾ നോക്കിയില്ല, ഫസ്റ്റ് 150 കൊടുത്ത് പിന്നെ 150 കൊടുത്തിട്ടാണ് ആ പ്ലെയറിനെ അങ്ങനെ നോക്കൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞത് ആ സ്റ്റെപ്പിന്റെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലെയർ തല നോക്കി അടിക്കാന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തല തന്നപ്പോൾ തന്നെ തല അടിച്ച് പൊളിച്ചിട്ടാണ് ഒരു റൗണ്ട് നമ്മൾ അങ്ങ് എടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള റൗണ്ട് എന്ന് പറഞ്ഞാൽ ദിൽക്കുട്ടൻ പറഞ്ഞാൽ ദിൽക്കുട്ടൻ്റെ ഏസാണ് ആരും അടിക്കില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ദിൽക്കുട്ടൻ എന്ന് പറഞ്ഞാൽ മാസമായിട്ട് ഒരു ഏസ് ഒക്കെ എടുത്തിട്ടാണ് ആ റൗണ്ട് അവനങ്ങ് എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത്ര റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീമേറ്റ് ഒക്കെ ചത്തായിരുന്നു. മീന് മാത്രം നോക്കായി എടുക്കുന്നത്. അപ്പോൾ അവളങ്ങ് റിവൈവ് അടിക്കാന്നൊക്കെ വെച്ചാൽ അവളങ്ങ് റിവൈവ് ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചാനലൊക്കെ കണ്ട് സബ്സ്ക്രൈബ് അടിക്കാത്ത മച്ചന്മാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങ് സബ്സ്ക്രൈബ് അടിച്ച് കൂടുന്നൊക്കെ മറക്കണ്ടേ. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഡെയിലി ലൈവ് ഒക്കെ ഉണ്ട്. അപ്പോൾ 8 മണിക്കൊക്കെ ലൈവ് ഉണ്ടാവും. അപ്പോൾ ലൈവിലൊന്നും വരാൻ മറക്കണ്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഒറ്റ പ്ലെയർ ലൈവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലെയറിനെ അടിച്ചുകൊണ്ടാണ് ആ റൗണ്ട് അങ്ങ് എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ 3-3 ഒക്കെ ആക്കിയായിരുന്നു. അപ്പോൾ നമ്മുടെ ടീമേറ്റ് പോയി ചത്തുണ്ടായിരുന്നു. ഞാൻ മാത്രം ലൈവ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്ലെയറിനെ ഫസ്റ്റ് നോക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹയർ സിറ്റ് അടിച്ച് അടുത്ത പ്ലെയർക്ക് ഡാമേജ് ഒക്കെ കൊടുത്ത് പിന്നെയും ഹയർ സിറ്റ് അടിച്ചിട്ടാണ് ആ പ്ലെയറിനെ ഡൗൺ ആക്കിയപ്പോൾ തന്നെ ടീമേറ്റിന്റെ ബാക്കിൽ നിന്നൊക്കെ അടിച്ചായിരുന്നു. അപ്പോൾ നോക്കിയാൽ ഗ്ലൂ ആളൊക്കെ ഇട്ട് പിന്നെ ഇടയ്ക്ക് സ്മോക്ക് ഇടാന്നൊക്കെ സ്മോക്ക് കിട്ടി മെഡിക്കറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ആ പ്ലെയർ എന്ന് പറഞ്ഞാൽ ബാക്കിലൊക്കെ വന്നെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കുറേ നോക്കി. പിന്നെ ലാസ്റ്റ് ആ പ്ലെയറിനെ സ്പോട്ട് ചെയ്ത് 150 കൊടുത്ത് പിന്നെ മോക്ക് നോക്കിയിട്ട് കുറേ അടിക്കാൻ നോക്കി. പിന്നെ ഞാൻ ചത്തെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ആ പ്ലെയറിനെ അടിച്ച് വന്നിട്ടാണ് വെച്ചാൽ കറക്റ്റ് നമ്മളെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു കംബാക്ക് ഒക്കെ അടിച്ച് വന്നിട്ടുണ്ട്. അപ്പം ശരി എന്നിട്ട് വീഡിയോയിൽ കാണുന്നവരൊക്കെ പോയി. അപ്പോൾ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിച്ചോ.